സോ ഇന്ന് നമ്മൾ ബേഴ്സക്കിന്റെ ലോസ്റ്റ് ചിൽഡ്രൻ ആർക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ പാർട്സും ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ മുന്നേ നടക്കുന്ന കഥകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിന് മുന്നോട്ട് നടക്കാൻ പോകുന്ന ലോസ്റ്റ് ചിൽഡ്രൻ ആർക്കിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ. സോ നമുക്ക് സമയം കളയാണ്ട് തന്നെ വീഡിയോ തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബേഴ്സക്ക്, കീപ് വാച്ചിങ് ഗൈസ്. ക്ലിപ്സ് നടന്ന സ്ഥലം കാണിച്ചുകൊണ്ടാണ് ലോസ്റ്റ് ചിൽഡ്രൻ ആർക്ക് ആരംഭിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്തിനെ തേടിയുള്ള അവന്റെ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് എക്ലിപ്സ് നടന്ന സ്ഥലത്തോട്ട്, അതായത് മിഡ്ലാൻഡിന്റെ ബോർഡറിലോട്ട് ഒരു കൂട്ടം പുതിയ ആൾക്കാരെ നമുക്ക് കാണിക്കും. ഹോളി അയൺ ചെയിൻ നൈറ്റ്സ് എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പിനെ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരും. ഇവർ ഈ മിഡ്ലാൻഡിന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ടാവും, ഈ എക്ലിപ്സ് നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. ഈ ഹോളി ചെയിൻ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരുടെ പേര് പോലെ തന്നെ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കും. ആൻഡ് ദൈവത്തിന്റെ പാത പിന്തുടരുന്നവരായിരിക്കും. ആൻഡ് ഈ ഹോളി നൈറ്റ്സിന്റെ ലീഡർ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ഫേർണീസ്. അതുപോലെ തന്നെ അസാൻ സെർപ്പിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഇവരെല്ലാവരും ഈ മിഡ്ലാൻഡിന്റെ ബോർഡറിൽ, അതായത് എക്ലിപ്സ് കിടന്ന സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെ മൊത്തം മല തന്നെ ചോരപ്പുഴ പോലെ കിടക്കുന്നുണ്ടാവും. അവിടെ മരിച്ചുപോയവരുടെ എല്ലാവരുടെയും അവശിഷ്ടങ്ങൾ, അതായത് ബോഡി അവശിഷ്ടങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ടാവും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ആ ലേക്ക് തന്നെ ഇവരുടെ രക്തം കൊണ്ട് മൊത്തം ഡാർക്ക് റെഡ് കളറായി മാറിയിട്ടുണ്ടാവും. ആൻഡ് ഇത് കണ്ടിട്ട് ഫേർണീസും മറ്റുള്ളവരെല്ലാവരും പറയും, നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രൊഫസി സത്യമായിട്ടുണ്ട്. എക്ലിപ്സ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ ലേക്ക് റെഡ് കളറായി മാറുമെന്നും അപ്പൊ തന്നെ ബ്ലാക്ക് ഹോക്ക് വരുമെന്നും, ബ്ലാക്ക് ഹോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് യുഗം ആരംഭിക്കും എന്നുള്ള കാര്യം ഇവർക്ക് ഓൾറെഡി ഒരു പ്രൊഫസി ഉണ്ടായിരുന്നു. ആ പ്രൊഫസി സത്യമാണെന്നുള്ള കാര്യമായിരിക്കും ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക. കാരണം ഈ ലേക്ക് മൊത്തം റെഡ് കളറായി മാറിയിട്ടുണ്ടാവും. ആൻഡ് ഈ കാര്യം എങ്ങനെ ഇവർക്ക് അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ദൈവത്തിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ മുൻജന്മത്തിലുള്ള ആൾക്കാർ തന്നെ ഇത് പ്രൊഫസിയായിട്ട് എഴുതി വെച്ചിട്ടാണ് മരിച്ചിട്ടുണ്ടാവുക. ഈ ടൈമിലെ എക്ലിപ്സിൽ ഈ നദി മൊത്തം ചുവന്ന കളറായി മാറുമെന്നും അവിടെ ഒരുപാട് പേര് മരിച്ചു വീഴുമെന്നും ബ്ലാക്ക് ഹോക്ക് അവിടെ ജനനം കൊള്ളുമെന്നും അതുകൂടെ തന്നെ നരകയുഗത്തിന്, അതായത് ഡാർക്ക് യുഗത്തിന് ആരംഭം കുറിക്കുന്നുള്ള കാര്യം ഓൾറെഡി പ്രൊഫസി ആയിട്ട് ഉണ്ട് ഇവരുടെ കയ്യിൽ. ആൻഡ് ഈ ബ്ലാക്ക് ഹോക്ക് ആരാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫെംടോനെയാണ്, അതായത് ഗ്രിഫിത്തിനെയാണ് ബ്ലാക്ക് ഹോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം ഹോളി നൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇവിടെ മരിച്ചത്, ആരൊക്കെയാണ് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടിട്ടുള്ളത്, ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യമെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ ഒരു 2 വർഷം കടന്നു പോകും. ആൻഡ് ഈ 2 വർഷത്തിന്റെ ഇടയ്ക്കാണെങ്കിൽ ബ്ലാക്ക് സോർട്സ്മാൻ ആർക്ക് നടന്നിട്ടുണ്ടാവുക. അതിന്റെ ഇടയ്ക്കായിരിക്കും ഗഡ്സിന് പക്കിനെ എല്ലാം കിട്ടിയിട്ടുണ്ടാവുക. ആൻഡ് ഇങ്ങനെ ഈ 2 വർഷം കടന്നു പോയതിനു ശേഷം നമുക്ക് ഗഡ്സിനെ കാണിക്കും. ഗഡ്സ് ഒരു വലിയ മരത്തിന്റെ താഴെ അവൻ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് അവൻ സൗണ്ട് കേൾക്കും. ഒരുപാട് തഗ്സ് ഉണ്ടാവും, അതായത് ഒരുപാട് ഗുണ്ടകൾ ഉണ്ടാവും അവിടെ. ആൻഡ് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ കൊടുത്തിട്ട് അവിടെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ പെൺകുട്ടിയെ വിൽക്കാനാണ്, അതായത് ഇങ്ങനെ ലേലത്തിലൊക്കെ വിൽക്കില്ല പെൺപിള്ളേരെ, അങ്ങനെ വിൽക്കുന്ന ആൾക്കാരാണ് ഇവര്. ആൻഡ് അന്ന് അവിടെ രാത്രി ഈ തഗ്സ് എല്ലാവരും അവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ടായിരിക്കും അവിടെ രാത്രി നിന്നിട്ടുണ്ടാവുക. ആൻഡ് ആ മരത്തിന്റെ താഴെ ഇരുന്നുകൊണ്ട് ആ തഗ്സിൽ ഒരാൾ പറയും, ഈ മരം പണ്ട് ഒരുപാട് ഈവിൾ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരമാണ്. ഈ മരത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്ന് പറയും. ഈ മരത്തിൽ ഒരുപാട് പേരെ ബലി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ആത്മാക്കളും ഈ മരത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യമെല്ലാം ഈ തഗ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പുറത്ത് ഗഡ്സ് ഉണ്ടാവും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് നേരെ അവിടെ അടുത്ത് പോയി ചോദിക്കും, ഈ മരത്തിന്റെ അടുത്ത് ഈവിൾ സ്പിരിറ്റ്സ് എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഈ തഗ്സ് എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നവനാണെന്ന് ഇവനെന്ന് വിചാരിക്കും. ഇവരെല്ലാവരും കൂടിയിട്ട് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴായിരിക്കും ഗഡ്സിന്റെ കഴുത്തിലുള്ള ആ ബേഴ്സർക്ക് സിമ്പിൾ ട്രിഗർ ആവുന്നത്. ആൻഡ് ആ സിമ്പിൾ ട്രിഗർ ആയതിനു ശേഷം ആ മരം പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു മോൺസ്റ്റർ ആയിട്ട് മാറും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന തഗ്സിനെ എല്ലാവരെയും കടിച്ചു കൊല്ലും. പെട്ടെന്ന് തന്നെ ഗഡ്സ് അവന്റെ വാളെടുത്തിട്ട് ആ മരത്തിനെ മൊത്തമായിട്ട് ഡെസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കും. അന്ന് കുറച്ച് കഷ്ടപ്പെട്ടതിന് ശേഷം ഡെസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ആ പെൺകുട്ടിയെ അവൻ അവിടെ നിന്ന് രക്ഷിക്കും. ആൻഡ് പക്കും ഉണ്ടായിരിക്കും ഗഡ്സിന്റെ കൂടെ, പക്കും ഗഡ്സിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് കണ്ടിട്ട് ആ പെണ്ണാകെ ഷോക്കായിരിക്കും. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഫൈറ്റ് ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ആ പെണ്ണ് ഭയങ്കരമായിട്ട് ഷോക്കാവും. ആൻഡ് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ പക്കിനെ കണ്ടിട്ട് അലറി വിളിക്കാൻ തുടങ്ങും. ഇതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ജീവിയാണ്, ഇത് എൽഫാണെന്നെല്ലാം പറഞ്ഞിട്ട് പേടിച്ച് അലറാൻ തുടങ്ങും. ആൻഡ് ഇത് കണ്ടിട്ട് പക്ക് പറയും, ഞാനൊരു എൽഫ് തന്നെയാണ്, ഫസ്റ്റ് ഒരു മിസ്റ്റി വാലിയിലുള്ള ഗ്രൂപ്പിലുള്ള ആളല്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടതിന് ശേഷം ആ പെണ്ണ് ഒന്നും ഇങ്ങോട്ട് ശാന്തമാവും. ആൻഡ് ഇതിന് ശേഷം ആ പെണ്ണ് അവളെ ഗഡ്സിനും പക്കിനും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവളുടെ പേര് ജിൽ എന്നാണ്. അവള് ഇതിന്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. അവള് ഗ്രാമത്തിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി അവളെ കടത്തിയിട്ട് വന്നാണെന്നുള്ള കാര്യം അവളെ എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും, ഞാൻ നിന്നെ നിന്റെ ഗ്രാമത്തിലോട്ട് കൊണ്ടുവിടാന്ന് പറയും. ആൻഡ് ഗഡ്സിനോട് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടാവും. ആ കാര്യം ഇവിടെ സൂചിപ്പിക്കും
ഉറപ്പിക്കുന്ന കാരണം തന്നെ ഈ പെൺകുട്ടി പറയും ഓക്കെ എന്റെ ഗ്രാമത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് ഫുഡ് തരാനുള്ള കാര്യം പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സും പക്കും അവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അവളുടെ ഗ്രാമത്തിലോട്ട് പോകും. ആൻഡ് ഇങ്ങനെ ഇവര് 3 പേരും ആ വില്ലേജിൽ എത്തിയതിനു ശേഷം ഇവളെ ജില്ലിനെ കണ്ടിട്ട് ഈ വില്ലേജിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി നോക്കി നിൽക്കും. കാരണം ഇവള് ജീവനോടെ തിരിച്ചു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. ആൻഡ് ഇവളുടെ അമ്മയെല്ലാം അവളെ വന്ന് പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിക്കും ജീവനോടെ വന്നുകൊണ്ട് തന്നെ. അപ്പോഴായിരിക്കും ജില്ലിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ആൻഡ് അച്ഛൻ വന്നതിന് തന്നെ നീ പോയതുകൊണ്ട് പോയാൽ പോരായിരുന്നില്ല, പിന്നെ ഇതിനെ തിരിച്ചു വന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ കരണം നോക്കി എന്നാണ്ട് അങ്ങോട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലിന്റെ അച്ഛന് അവളെ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. അവളെ വീണ്ടും ഫോഴ്സ് ആയിട്ട് അടിക്കാൻ വരുന്നത് കണ്ട ഗഡ്സും പക്കും അത് തടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് പക്കിനെ കണ്ടതും ഇവരെല്ലാവരും പേടിക്കാൻ തുടങ്ങും. ഇതൊരു എൽഫാണ്, ഇതൊരു മിസ്റ്റി വാലിയിൽ നിന്ന് വന്ന എൽഫാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അലറാൻ തുടങ്ങും, പേടിക്കാൻ തുടങ്ങും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വില്ലേജേഴ്സും കൂടി ഒരുമിച്ചിട്ട് ഗഡ്സിനെയും പക്കിനെയും അടിക്കാനായിട്ട് ഓരോ ആയുധങ്ങൾ എടുത്തിട്ട്, അതായത് അവിടെ കിടന്ന ആയുധങ്ങളെല്ലാം എടുത്തിട്ട് വരും. ഗഡ്സിനൊന്നും മനസ്സിലാവുണ്ടാവില്ല ഒരു എൽഫിനെ കണ്ടിട്ട് എന്തിനാണ് ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അടിക്കാൻ വരുന്നുള്ള കാര്യം. ആ വില്ലേജേഴ്സ് എല്ലാവരും പറയും ഈ എൽഫിനെ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് നീ ഇവിടുന്ന് പൊക്കോന്ന് പറയും. പക്ഷെ ഗഡ്സ് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വില്ലേജേഴ്സ് എല്ലാവരും ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരും. ആര് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? പക്ഷെ ഗഡ്സ് ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മരിക്കുന്നുള്ള കാര്യം ഗഡ്സിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗഡ്സ് ഇവിടെ എല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ആൻഡ് ജില്ലാണെന്നുണ്ടെങ്കിൽ ഗഡ്സിന് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കും. ഈ വില്ലേജിന്റെ ബോർഡറിൽ ഒരു പഴയ ഒരു മില്ലുണ്ട്, അവിടെ പോയി ഒളിച്ചാൽ മതി, അവിടെ അങ്ങോട്ട് ആരും വരത്തില്ല, അത് പൊട്ടിപ്പൊളിഞ്ഞൊരു മില്ലാണ്, സോ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. ആൻഡ് ഗഡ്സും പക്കും അങ്ങോട്ട് പോകും. പോകുന്നതിന്റെ മുന്നേ ജില്ല് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ രാത്രി ഫുഡ് എടുത്തോട്ട് അങ്ങോട്ട് വരാം, സോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ളതെന്ന് പറയും. പക്ഷെ ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും നീ രാത്രി ഫുഡ് എടുത്തോട്ട് അങ്ങോട്ട് വരണ്ട, നീ പകല് വന്നാൽ മതി എന്ന് പറയും. ആൻഡ് ഇവളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൂര്യൻ ഉദിക്കുന്ന സമയം നോക്കിയിട്ട് തന്നെ ഭക്ഷണം എടുത്തിട്ട് ഗഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പഴയ മില്ലിലോട്ട് പോകും. അവളവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം കാണുന്നത് ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുന്ന ഗഡ്സിനെ ആയിരിക്കും. ആൻഡ് അവന്റെ ചുറ്റും ഒരുപാട് ഈവിൾ സ്പിരിറ്റ്സ് ഇങ്ങനെ വെളിച്ചം കൊണ്ട് മാഞ്ഞു പോകുന്നുണ്ടായിരിക്കും. ഇവള് ഫുഡ് കൊടുക്കാമല്ലോ എന്നുള്ള ലെവലിൽ ഗഡ്സിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ പക്ക് വിളിച്ച് പറയും വേണ്ട, അവനെ എണീപ്പിക്കേണ്ട, അവൻ ഇപ്പോഴാണൊന്ന് ഉറങ്ങുന്നത്, സോ അവനെ കുറച്ചു നേരം ഉറങ്ങാൻ വിട്ടേക്കെന്ന് പറയും. ആൻഡ് ഗഡ്സ് എണീക്കാനാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമായി ഗഡ്സ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവന്റെ സൈഡിൽ ജില്ലും പക്കും രണ്ടുപേരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഗഡ്സ് ഇവരെ രണ്ടുപേരും എഴുന്നേപ്പിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങും. അതിന്റെ കഴിക്കുന്നതിനടക്കം അവൻ ചോദിക്കും എന്തിനാണ് എൽഫിനെ കണ്ടിട്ട് നിങ്ങളുടെ വില്ലേജേഴ്സ് എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ജില്ല അവിടെ എന്താ നടന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. അവളുടെ വില്ലേജിന്റെ 3 മലകൾക്കപ്പുറം ഒരു വാലയുണ്ട്. ആ വാലയിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് മനുഷ്യരും മൃഗങ്ങളെല്ലാം ആരോ കൊന്ന് കടിച്ചിട്ട പോലെ അവിടെ മരിച്ച് വീണ് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതെങ്ങനെയാണ് നടന്നതെന്ന് ആർക്കും അറിയത്തില്ല. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇത് കണ്ടവരായിട്ട് പറയുന്നത് ഒരു ദിവസം ഒരുപാട് എൽഫ്സ് കൂട്ടമായി വന്നു. ആൻഡ് കൂട്ടമായി വന്നതിന് ശേഷം ആ മൊത്തം വാലയെ തന്നെ നശിപ്പിച്ചു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കണ്ട പേര് പറയുന്നത്. ആൻഡ് ഇങ്ങനെ പോകെ ഒരു ദിവസം ഞങ്ങളുടെ വില്ലേജിലും ആ എൽഫ്സ് എല്ലാം വന്നിട്ട് അറ്റാക്ക് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ മനുഷ്യരെ എല്ലാവരെയും ഭയങ്കരമായിട്ട് കടിച്ച് പോലെ അവർ കടിച്ചു കൊന്നിട്ടിട്ട് പോയി. വില്ലേജിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കുട്ടികളെ കടിച്ചു കൊന്നു തന്നു. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോയി, അതായത് അവർ തട്ടിക്കൊണ്ടുപോയി. ആൻഡ് ഇതുകൊണ്ടാണ് ഈ വില്ലേജിലുള്ള എല്ലാവരും ഒരു എൽഫിനെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുന്നത്. ആൻഡ് ഇത് കേട്ടിട്ട് പക്ക് പറയും എൽഫൊന്നും ആരെയും കൊല്ലത്തില്ല, ഞങ്ങൾക്ക് ആരെയും കൊല്ലാനുള്ള കഴിവൊന്നും ഇല്ല എന്നുള്ള കാര്യം പക്ക് പറയും. ആൻഡ് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിന്നെയും ആ ഗ്രാമത്തിലോട്ട് ആ എൽഫിന്റെ കൂട്ടം വരുന്നത്. ആൻഡ് ഈ കൂട്ടം വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കന്നുകാലികളെയും എല്ലാവരും വെച്ചിരുന്ന ഫുഡും എല്ലാം ഇവർ നശിപ്പിക്കുന്നത്. ആൻഡ് ഇവരുടെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കൊച്ചു കുട്ടികളെല്ലാം ഇവര് ഭയങ്കര ഒളിപ്പിച്ചിട്ടായിരിക്കും അവര് സൂക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് പോലും ആ കഥകളെല്ലാം ഉടച്ചുകൊണ്ട് ഇവർ ഈ എൽഫ് കൂട്ടം ആ ചെറിയ കുട്ടികളെ ഉപദ്രവിച്ചു. ലിറ്ററലി ആ ചെറിയ കുട്ടികളെ ഈ എൽഫ്സിന്റെ കൂട്ടം വന്നിട്ട് ജീവനോടെ കടിച്ചു തിന്നു. ആൻഡ് ഇത് കണ്ട ഗഡ്സ് പെട്ടെന്ന് തന്നെ അവന്റെ വാളെടുത്തിട്ട് ഈ എൽഫിന്റെ നേരെ അറ്റാക്ക് ചെയ്ത് തുടങ്ങും. ആ എൽഫ് ചെറുതായതുകൊണ്ട് തന്നെ ഗഡ്സിന് അധികം സ്ട്രെങ്ത് യൂസ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ഓരോ എൽഫായിട്ട് ചാവാൻ തുടങ്ങും. ആൻഡ് ഈ എൽഫ് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ കുട്ടിയുടെ അടുത്തായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. കാരണം ഈ എൽഫ്സ് എല്ലാവരും ഈ ചെറിയ കുട്ടികളല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് ആ ചെറിയ പയ്യനെ എടുത്തിട്ട് അവന്റെ വാളിന്റെ മുകളിൽ കെട്ടിവെക്കും ഒരു ബൈറ്റായിട്ട്. ആൻഡ് ഇങ്ങനെ ഒരു ബൈറ്റായി വെച്ചതിന് ശേഷം ഗഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് നേരെ ഓടിയിട്ട് അവിടെ ഒരു ഡോൺ ഉണ്ടാവും, അതായത് ചെറിയ ഒരു കൂടാരം പോലുള്ള ഒരു വീടുണ്ടാവും, അതിന്റെ ഉള്ളിലോട്ട് കയറും. അതിന്റെ ഉള്ളിൽ മൊത്തം ഇരുട്ടായിരിക്കും. ആൻഡ് ഇതിന്റെ ഉള്ളിലോട്ട് ഈ എൽഫ് എല്ലാം കയറിയതിന് ശേഷം ഈ എൽഫ് എല്ലാം അവരുടെ തനി സ്വരൂപം കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൽഫ് ആയിരിക്കത്തില്ല, ഒരു തരത്തിലുള്ള ഇൻസെക്ട്, അതായത് ഇപ്പോൾ ഒരു തേനീച്ചക്കൊന്നും വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരിക്കും അവരെ കാണാൻ. ആൻഡ് ഇവരുടെ ഈ ട്രൂ ഫോം കണ്ടതിന് ശേഷം ഗഡ്സ് അവന്റെ ഗൺ പൗഡറും അതുപോലെ തന്നെ ക്യാനൺ, അത് ആ കയ്യും വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന മൊത്തം ആ കൂടാരം തന്നെ നശിപ്പിക്കും, അതായത് പൊട്ടിത്തെറിപ്പിക്കും. ആൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാവണേ മുന്നേ തന്നെ ഗഡ്സ് ആ ചെറിയ പയ്യനെ എടുത്തിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടാവും. ആൻഡ് ആ കൂടാരത്തിനുണ്ടായിരുന്ന എല്ലാ എൽഫും അവിടെ ചത്തുപോകും. ആൻഡ് ഇത് കണ്ടിട്ട് ഈ എൽഫ്സിന്റെ ക്യൂൻ അങ്ങോട്ട് വരും. ആൻഡ് ക്യൂന് വന്നത്, അതായത്
അതൊരു എൽഫാണെന്ന് പറയില്ല, കാരണം ഒരു മനുഷ്യന്റെ അത്ര നീളം ഉണ്ടാവും അതിന്, പക്ഷെ കാണാൻ ഒരു എൽഫ് പോലെ തന്നെ ഉണ്ടാവും. ആൻഡ് ഇവളെ കണ്ടിട്ട് പക്ക് ചോദിക്കും അതൊരു എൽഫ് തന്നെയാണോ, ഞങ്ങൾ ഇത്രയും ഉയരത്തിലൊന്നും വളരാറില്ല എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ട് പക്ക് ഷോക്കായി നിൽക്കും. ആൻഡ് ഇത് കേട്ട് ആ ക്യൂന് തന്നെ കൺഫേം ചെയ്യും ഞങ്ങൾ മനുഷ്യരും അല്ല, ഞങ്ങൾ എൽഫ്സും അല്ല, ഞങ്ങൾ പിർക്കാഫ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ക്യൂന് നേരെ ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ക്യൂന് അവളുടെ വിങ്സ് ഉപയോഗിച്ചിട്ട് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇതിൽ ഗഡ്സ് കുറച്ചൊക്കെ ഡാമേജ്ഡും ആവും. ആൻഡ് ഗഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ബാക്കിയുള്ള ഈ എൽഫ്സിനെ എല്ലാം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ പക്ക അവിടെ നിന്ന് വിളിച്ചു പറയും അതിനൊന്നും അറ്റാക്ക് ചെയ്യരുതെന്ന് പറയും. കാരണം അതെല്ലാം ചെറിയ കുട്ടികളാണ്, ഈ വില്ലേജിൽ നിന്ന് കാണാതായ എല്ലാ ചെറിയ കുട്ടികളാണ് ഇങ്ങനെ എൽഫ്സിന്റെ പോലെ ആയി മാറിയിട്ടുള്ളതെന്ന് പക്ക് പറയും. ആൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ എൽഫ്സിന്റെ ക്യൂന് വന്നിട്ട് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ജില്ല് കയറി നടുവിൽ വന്നിട്ട് പറയും നിർത്ത് റോഷിന് എന്ന് പറയും. അതായത് അവൾക്ക് അറിയുന്ന ആരോ പോലെ അവൾ സംസാരിക്കും, ഇതൊന്നും ചെയ്യരുത്, ഇതെല്ലാം നിർത്തുന്ന് പറയും. ആൻഡ് ഇത് കേട്ടതും ആ എൽഫ്കിന് അവിടുന്ന് പോകും, അതായത് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാണ്ട് അവിടുന്ന് പോകും. ആൻഡ് ഗഡ്സ് ഇവിടെ ചെറുതായിട്ട് ഡാമേജ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഈ എൽഫ്ക്യൂനിന്റെ ഈ വിങ്സിൽ പോയിസൺ ഉണ്ടാവും. ആൻഡ് ആ പോയിസൺ കൊണ്ടുവന്ന് തന്നെ ഗഡ്സ് ഭയങ്കര ഡാമേജ് ആയി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗഡ്സ് അവിടെ തളർന്നു വീഴും. ആൻഡ് ഇങ്ങനെ ഗഡ്സിനെ അവർ പക്കും ജില്ലും ചേർന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും ആ വില്ലേജേഴ്സ് എല്ലാവരും അങ്ങോട്ട് വരിക. ആൻഡ് അങ്ങോട്ട് വന്നിട്ട് ഈ കൂടാരം നശിപ്പിച്ചത് നീയാണോന്ന് ചോദിക്കും. ആൻഡ് അങ്ങോട്ട് നോക്കുമ്പോൾ അതാ അവിടെ മൊത്തം ചെറിയ കുഞ്ഞുങ്ങൾ ചത്ത് കിടക്കുന്നു. അതായത് ലിറ്ററലി ചെറിയ കുഞ്ഞുങ്ങളവിടെ മരിച്ചു വീണ് കിടക്കുന്നു. അതായത് ഇപ്പൊ ഈ കൊന്ന എൽഫ്സ് എല്ലാം ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ആ കുഞ്ഞുങ്ങൾ അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ശരീരത്തിലോട്ട് മാറിയിട്ട് അവിടെ മരിച്ചു കിടക്കായിരിക്കും. ഇത് ഗഡ്സ് കണ്ടിട്ട് ഗഡ്സ് ആകെ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകും. ആൻഡ് ഇപ്പോഴാണ് ഗഡ്സിന് മനസ്സിലാവുക ഈ എൽഫ് ക്യൂന് ഇങ്ങനെ പല വില്ലേജിൽ നിന്നായിട്ട് ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് അവരെ ഇങ്ങനത്തെ ഒരു ക്രീച്ചറായി മാറ്റിയിട്ട്, അതായത് ഇങ്ങനെ ഒരു തേനീച്ച പോലുള്ള ക്രീച്ചറായി മാറ്റിയിട്ട് അവർക്ക് രൂപമാറ്റി വരുത്തിയിട്ട് എൽഫ്സിനൊക്കെ പോലെ ആക്കിയിട്ടാണ് ഇങ്ങനെ അടിമകളാക്കിയിട്ട് കൊണ്ട് നടക്കുന്നത്. ആൻഡ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ആ വില്ലേജേഴ്സ് മൊത്തമായിട്ട് ഗഡ്സിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഇതിനെല്ലാം കാരണം ഈ ബ്ലാക്ക് സ്പോർട്സ്മാൻ ആണെന്ന് പറഞ്ഞിട്ട് ഗഡ്സിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവരെല്ലാരും കൂടി ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഗഡ്സിന് ഇപ്പൊ ഒന്നാമത് ഇതായിട്ട് നിൽക്കണം, അതായത് ഡാമേജ് ആയി നിൽക്കണം. അതുകൊണ്ട് തന്നെ ഗഡ്സിന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജില്ലിനെ പിടിച്ചിട്ട് ജില്ലിന്റെ കഴുത്തിൽ കത്തി വെക്കും. ആൻഡ് വില്ലേജേഴ്സിനോട് പറയും എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ കൊന്നു കളയെന്ന് പറയും. ആൻഡ് ജില്ലിന്റെ മുകളിൽ കത്തി വെച്ചിട്ട് തന്നെ ഗഡ്സ് അവിടുന്ന് ആ വില്ലേജ് വിട്ട് പുറത്തോട്ട് വരും. ആൻഡ് പുറത്തോട്ട് വന്നതിന് ശേഷം പക്കാകെ അലറി വിളിക്കാൻ തുടങ്ങും. നീ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല, കാരണം നീ അവളുടെ കഴുത്തിൽ കൈ വെച്ചത് കൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ ഇപ്പൊ ഒരു മുറി ആയിട്ട് അവിടുന്ന് ചോര പൊടിയുന്നുണ്ട് അറിയാം. അപ്പൊ ഗഡ്സ് നേരെ പക്കിനെ പിടിച്ചിട്ട് അവളുടെ എൽഫ് ഡസ്റ്റ് എടുത്തിട്ട് പക്കിന്റെ എൽഫ് ഡസ്റ്റ് എടുത്തിട്ട് ആ മുറി ഉണക്കി കൊടുക്കും. ആൻഡ് അതിനുശേഷം ഗഡ്സും പക്കും അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് തിരിക്കും, അവരുടെ ജേണി തുടരാൻ വേണ്ടിയിട്ട്. അപ്പൊ ജില്ല് പറയും ഇല്ല ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വരുന്നുണ്ട് എന്ന് പറയും. ജില്ല് ചോദിക്കും നിങ്ങൾ പോകുന്നത് മിസ്റ്റ് വാലിയിലേക്കല്ലേ, ഞാനും അങ്ങോട്ട് വരാം, കാരണം ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുള്ള ആ എൽഫ് ക്യൂന് എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു റൊഷീനു, ആൻഡ് അവളാണ് ഇപ്പൊ എൽഫ് ക്യൂനായിട്ട് മാറിയുള്ളത്, സോ ഞാനും നിങ്ങളുടെ കൂടെ വരാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും അവളിപ്പോ നിന്റെ ഫ്രണ്ട് അല്ല, അവളിപ്പോ ഒരു ഒപ്പോസലാണ്, സോ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി പോകണമെന്ന് പറയും. ആൻഡ് ഗഡ്സ് ഇവളുടെ വാക്കൊന്നും കേൾക്കാണ്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പക്ക് പറയും അവളുടെ ചെറിയ കുട്ടിയല്ലേ, അവളുടെ വാക്കിന് നീ കുറച്ചെങ്കിലൊക്കെ ഒരു വില കൊടുക്കുക, അവള് ചെറിയ കുട്ടിയില്ലെന്ന് പറയും. അപ്പൊ ഇത് കേട്ടിട്ട് ഗഡ്സ് പക്കിനെ പിടിച്ചിട്ട് ദൂരത്തോട്ട് എറിയും. ആൻഡ് ഗഡ്സ് നേരെ പോകുന്നത് മിസ്റ്റ് വാലിയിലേക്കാണ്, കാരണം അവിടെ പോയിട്ട് ഇവളെ കൊല്ലാനുള്ള പ്ലാനാണ്, അതായത് എൽഫ് ക്യൂണിനെ കൊല്ലാനുള്ള പ്ലാനാണ് ഗഡ്സിന്. സോ അവൻ നേരെ മിസ്റ്റ് വാലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ജില്ലിന്റെ അടുത്തും പക്കിന്റെ അടുത്തും ഗഡ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്റെ പിന്നാലെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗഡ്സ് ഒറ്റയ്ക്കായിരിക്കും പോയിണ്ടാവുക. ആൻഡ് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഗഡ്സ് ഒന്ന് റെസ്റ്റ് എടുക്കും. ആൻഡ് ഇങ്ങനെ ഗഡ്സ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാവും. രാത്രി ആയപ്പോൾ ഗഡ്സിന്റെ കുഞ്ഞില്ല, അതായത് കാസ്കേൽ ഗഡ്സിലുണ്ടായ ഗ്രിഫിത്ത് കാരണം എഫക്ട് ആയ ആ കുഞ്ഞും അതുപോലെ തന്നെ ഇപ്പോൾ ഈ എൽഫ്സ് ആയിട്ട് മരിച്ചുപോയ ഒരുപാട് കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങളെല്ലാം ഗ്രിഫിത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ആൻഡ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ സ്പിരിറ്റ്സ് എല്ലാം, ആ ചെറിയ കുട്ടികളുടെ സ്പിരിറ്റ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ കത്തുന്നുണ്ടാവും. ഇത് കണ്ട് കൺട്രോൾ പോയ ഗഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വന്നു, ഇപ്രാവശ്യം നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അവന്റെ വാളെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്പിരിറ്റ്സിനെയും വെട്ടാൻ തുടങ്ങും. ആൻഡ് ഈ സ്പിരിറ്റ്സ് എല്ലാം കത്തുന്നത് കൊണ്ട് ഇങ്ങനെ ഗഡ്സിനും ആ തീന്റെ ആ ഇതും അവന്റെ മേത്തും വെൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗഡ്സും ഇവിടെ ഭയങ്കരമായിട്ട് അഫക്ട് ഉണ്ടാവും. പക്ഷെ ഒന്ന് നോക്കാണ്ട് ഗഡ്സ് അവന്റെ വാളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് വെട്ടുന്നുണ്ടാവും. എന്റെ ഗഡ്സ് ഇങ്ങനെ സ്പിരിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജില്ലും പക്കും ഓൾറെഡി ഗഡ്സിന്റെ പിന്നാലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റക്കാണ് പോയതെങ്കിലും അവന്റെ പിന്നാലെ തന്നെ ഇവരും വന്നിട്ടുണ്ടാവും. ആൻഡ് ഇവർ ഫൈറ്റ് ചെയ്ത്, അത് ഗഡ്സ് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തി ജില്ല് നോക്കുമ്പോഴായിരിക്കും ഇത്രയും സ്പിരിറ്റ്സിനെ കാണുന്നത്. ആൻഡ് ജില്ല് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സ്പിരിറ്റ് ജില്ലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇത് കണ്ട ഗഡ്സ് പെട്ടെന്ന് തന്നെ കയറിയിട്ട് ജില്ലിനെ രക്ഷിക്കും. ആൻഡ് ഈ വരുന്ന സ്പിരിറ്റ് ജില്ലിനെ മമ്മി എന്ന് വിളിച്ചിട്ടായിരിക്കും, അമ്മയെന്ന് വിളിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ആൻഡ് ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയുടെ ക്ലിഫിൽ നിന്നായിരിക്കും. ആൻഡ് ക്ലിഫിൽ നിന്ന് അവർ നേരെ താഴത്തോട്ട് വീഴും ഫൈറ്റിന്റെ ഇടയിൽ ജില്ലും ഗഡ്സും കൂടിയിട്ട്. പക്ഷെ ജില്ലിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഗഡ്സ് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ആൻഡ് നേരെ വീണതിൽ ഗഡ്സിന് ഭയങ്കരമായിട്ട് നന്നായിട്ട് മുറിവ് പറ്റും. ആൻഡ് ഈ മുറിവെല്ലാം ജില്ല് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരെ എൽഫ് ഡസ്റ്റ് എടുത്തിട്ട്
ഗഡ്സിന്റെ മുറിവുകളെല്ലാം ഉണക്കി കൊടുക്കും. ആൻഡ് അങ്ങനെ ഒരു ക്ലിഫിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ ഗഡ്സിന് അവിടെ നിന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിൽ ഗഡ്സ് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടാവും. സോ അവൻ അവിടെ തന്നെ അന്ന് കെടുക്കും. ആൻഡ് അന്ന് കെടുക്കുന്നതോടൊപ്പം തന്നെ ജില്ലിന്റെ അടുത്ത് ഗഡ്സ് ആദ്യമായിട്ട് സോറി പറയും. കാരണം അവൻ ഇത്രയും നാള് വന്ന ജേണി മൊത്തം ആലോചിച്ച് നോക്കുമ്പോൾ അവൻ സ്പിരിറ്റ്സിനെ കാണുന്ന തന്നെ അവൻ വെറിയായിട്ട് അവൻ എല്ലാ സ്പിരിറ്റ്സിനായിട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അങ്ങനെ ഒരു സിനാരിയോയിൽ ഇങ്ങനെ ഇവള് കയറി വന്നതും അവന് ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ടുണ്ടാവും. ആൻഡ് അതിനുശേഷം തന്നെ ഗഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് അവിടുത്തെ സോറി പറയും. ആൻഡ് ഗഡ്സ് ഇവിടെ സൂചിപ്പിക്കും ആ വലിയ മമ്മത്ത്, അതായത് ആ എൽഫിന്റെ ക്യൂനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിർക്കാഫ് എന്ന ഒരു നെയിം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെന്താണെന്നുള്ള കാര്യം ഇവിടെ ഒന്ന് സൂചിപ്പിക്കും. അപ്പൊ ജില്ല് അവളുടെ ഗ്രാമത്തിൽ നടന്ന ഒരു പഴയ കഥ പറയാൻ തുടങ്ങും. അതായത് ഈ പിർക്കാഫുമായി ബന്ധപ്പെട്ട ഒരു പഴയ കഥ പറയാൻ തുടങ്ങും. പണ്ട് ഈ ജില്ല് താമസിച്ചിരുന്ന ഗ്രാമത്തിന്റെ അടുത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു. ഈ പയ്യന്റെ കാത് ഭയങ്കരമായിട്ട് വലുതായിട്ട് കൂർത്തൊരു കാതായിരുന്നു, അതുപോലെ തന്നെ റെഡിഷ് കളറും ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു കുട്ടിയായ ഇവനെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും വ്യത്യാസത്തോടെ ഇരിക്കുന്ന ഒരു നീ ഒരിക്കലും നീ ഒരു മനുഷ്യനല്ല, നീ വേറെ എന്തോ ഒരു ജീവിയാണെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പിർക്കാഫിന്റെ അച്ഛനും അമ്മയും നോർമൽ ഒരു മനുഷ്യനെ പോലെ തന്നെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെ ഒറിജിനൽ ആയിട്ടുള്ള, അതായത് ശരിക്കുള്ള അച്ഛനും അമ്മയും ഇവർ രണ്ടുപേരും അല്ല. കാരണം ഇവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ഞാനും അവരെ പോലെ തന്നെ ഇരിക്കല്. സോ അവർ രണ്ടുപേരും എല്ലാം എന്റെ അച്ഛനും അമ്മയാണെന്നാണ് ഇവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും തേടിയിട്ട് അവൻ അവിടുന്ന് ഒരു യാത്ര തുടങ്ങും. ആ യാത്രയിൽ അവനൊരു കാട്ടിൽ എത്തിച്ചേരും. ആ കാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും ഇവൻ എൽഫിനെ കാണുന്നത്. അതായത് ഒരുപാട് കൂട്ടത്തോടെ വന്ന എൽഫിനെ കാണുമ്പോൾ ഇവൻ വിചാരിക്കും, ഓക്കെ ഇവരാണ്, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ, കാരണം എന്നെ കാണാനും ഇവരെ കാണാനും ഒരുപോലെയാണ്. സോ പിർക്കാഫ് ഇവിടെ എൽഫിനോട് ചോദിക്കും, നിങ്ങളാണ് എന്റെ ഫാമിലി, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് ചോദിക്കും. അതിൽ എൽഫ് പറയും, അല്ല നീ ഒരു മനുഷ്യനാണ്, പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ അടുത്തൊരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കപ്പിളിന്റെ കുഞ്ഞ് മരിച്ചു പോയിണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ വീണ്ടും ജീവൻ വെപ്പിച്ചു. പക്ഷെ ആ ജീവൻ വെപ്പിക്കുന്ന പ്രോസസ്സിൽ അവൻ മനുഷ്യനും അല്ല എൽഫും അല്ലാണ്ട് ഒരു രൂപത്തിലോട്ട് മാറി. ഓക്കെ, അപ്പൊ അവന് കൺഫേം ആവും ഇവരാണ് എന്റെ അച്ഛനും അമ്മയാണ് ഇവിടെ വന്നിട്ടുള്ളത്, ആൻഡ് ഇവര് കാരണമാണ് ഞാനിങ്ങനെ രൂപത്തിലോട്ട് മാറിയുള്ള കാര്യം എന്നുള്ളത് ഇപ്പൊ പിർക്കാഫിന് ഇവിടെ മനസ്സിലാവും. ആൻഡ് അവന്റെ അച്ഛനും അമ്മയും അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെഞ്ചിയിട്ട്, അതായത് എൽഫിന്റെ അടുത്ത് കെഞ്ചിയിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം നടത്തിയെടുത്തുള്ള കാര്യം അപ്പൊ അവൻ അവിടെ റിയലൈസ് ആവും. ആൻഡ് ഇവന് തിരിച്ച് അവന്റെ അച്ഛന്റെ അമ്മന്റെ അടുത്തും പോകണമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു ഓടാൻ തുടങ്ങും. കാട്ടിൽ നിന്ന് തിരിച്ച് ഓടാൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽഫ്സ് എല്ലാവരും അവനെ ടൈം ട്രാവൽ ചെയ്യിപ്പിക്കാൻ തുടങ്ങും. അവൻ കാലത്തിന്റെ ഒരുപാട് മുന്നോട്ട് പോകും. ആൻഡ് അവന് ഒരുപാട് മുന്നോട്ട് പോയി എത്തുമ്പോൾ അവൻ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിന്റെ അവിടെ വെറും കാടുകൾ മാത്രമായിരിക്കും. ആൻഡ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിസ്സഹനായിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് ഒരുപാട് കരയും. ഇതാണ് പിർക്കാഫിന്റെ കഥ. ഈ കഥ റൊസീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, അതായത് ജില്ലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റൊസീന് ഭയങ്കരമായിട്ട് ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ആൻഡ് അവൾ ഈ കഥ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. അവൾ ഒരു നാൾ പിർക്കാഫായിട്ട് മാറും, എൽഫ്സിന്റെ കൂടെ ജീവിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഒരു വലിയ ആഗ്രഹം തന്നെ. റോസിനും ജില്ലും തമ്മിൽ ഭയങ്കര ഒരു റാപ്പ് ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഒരു സിസ്റ്റർഹുഡ് ഉണ്ടായിരുന്നു. അവരെപ്പോഴും കളിക്കാൻ പോകുന്നത് പോലും ഒരുമിച്ചായിരുന്നു. ആൻഡ് റോസിൻ ജില്ലിന്റെ എത്രത്തോളം ഹാപ്പി ആയിരുന്നെങ്കിൽ അവളുടെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. കാരണം അവളുടെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കിട്ടുകൊണ്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. റോസിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ റോസിന്റെ അമ്മ എന്നും ഇട്ടടിക്കും. കാരണം റോസിന് അവനുണ്ടായത്, അതായത് റോസിന്റെ അച്ഛനുണ്ടായ ഒരു മകളല്ല എന്ന് പറഞ്ഞിട്ട് എന്നും റോസിന്റെ അമ്മയായിട്ട് അടിക്കും. ആൻഡ് അടി വാങ്ങുന്ന അമ്മ ഈ അടിയുടെ ദേഷ്യം മൊത്തം തീർക്കുന്നത് റോസിന്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ റോസീന് ഇവർ രണ്ടുപേരും തീരെ ഇഷ്ടമുണ്ടായിരിക്കത്തില്ല. ആൻഡ് റോസീന് ജില്ലിന്റെ അടുത്ത് എങ്ങനെയാ കഥ പറയാന്ന് വെച്ചാൽ പിർക്കാഫിന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ, അതായത് പിർക്കാഫ് തിരിച്ചു വരാനൊന്നും നോക്കിയിട്ടില്ല. അവൻ എൽഫ്സിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു. അവൻ അവന്റെ അച്ഛനും അമ്മയൊന്നും ഇഷ്ടമല്ല. അവൻ എൽഫ്സിന്റെ കൂടെ അവിടെ കാട്ടിൽ ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്കും അങ്ങനെ ജീവിക്കണം എന്നായിരുന്നു റൊസീൻ എപ്പോഴും ജില്ലിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് റൊസീൻ എത്രത്തോളം പിർക്കാഫിന്റെ കഥയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം ജില്ലിന് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് അവളും പിർക്കാഫിനെ പോലെ തന്നെയാണെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഒരു ദിവസം ഇങ്ങനെ റൊസീന് ഒരു വിചിത്രമായിട്ടുള്ള ഒരു കല്ല് കിട്ടും. ആൻഡ് ആ കല്ലൊരു കോഴിമുട്ടയുടെ ഷേപ്പിൽ ഒരു മനുഷ്യന്റെ മുഖഭാഗങ്ങൾ പല ഭാഗത്തായിട്ട് വെച്ച പോലെ ആയിരിക്കും. ആൻഡ് ആ സ്റ്റോൺ കിട്ടിയതിനു ശേഷം റൊസീന് നേരെ ആ വില്ലേജ് വിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം എങ്ങോട്ടൊന്നില്ലാണ്ട് പോയി. ആൻഡ് പോകുന്നതിന് മുന്നേ അവൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് അവൾ പോയത്. ആൻഡ് പോകുന്നതിന് മുന്നേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൽഫ്സിന്റെ അടുത്തോട്ടാണ് പോകുന്നത്, ഞാൻ ആ കാട്ടിലോട്ട് പോയിട്ട് എൽഫ്സിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പോവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവൾ പോയത്. ആൻഡ് ആ ദിവസമായിരുന്നു ഞാൻ റൊസീനെ അവസാനമായിട്ട് കണ്ട ദിവസം. അതിനുശേഷം ഞാൻ ഇന്നലെയാണ് അവളെ കാണുന്നത്. അവൾ പറഞ്ഞ പോലെ തന്നെ അവൾ എൽഫിന്റെ ഒരു ക്യൂനായിട്ട് മാറിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. ആൻഡ് അപ്പൊ ഗഡ്സ് ചോദിക്കും, അവളുടെ അച്ഛനും അമ്മയൊന്നും അവളെ തിരക്കി പോയില്ലെന്ന് ചോദിക്കും. അപ്പൊ ജില്ല് പറയും, അവരെല്ലാവരും അവളെ തെരഞ്ഞിട്ട് ആ കാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും തിരിച്ചു വന്നില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ പക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക് നേരെ ഗഡ്സിന്റെ ബാഗ് ഓപ്പൺ ചെയ്യും. ബാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളൊരു ബഹലത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ആ ബഹലത്ത് കാണിച്ചു കൊടുത്തിട്ട് പക്ക് ചോദിക്കും, ഇതുപോലുള്ളൊരു സ്റ്റോൺ ആയിരുന്നോ റൊസീന്റെ അടുത്ത് ഉണ്ടായിരുന്നോ എന്ന് ജില്ലിന്റെ അടുത്ത് ചോദിക്കും. ആൻഡ് ഇത് കണ്ടതും ജില്ല് അതേന്ന് പറയും. അപ്പോ അവിടെ ഗഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യും, ഇതൊരു ഇവൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ആൻഡ് ഇത് ആരുടെ കടിയിലാണോ ഉള്ളത് അവരൊന്നും നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കത്തില്ല. ആൻഡ് ഈ
നിന്റെ റൊസീന് ഇത്രയും പവേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ആരെങ്കിലുമൊക്കെ ബലി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒബ്വിയസ്ലി അവളുടെ അച്ഛനും അമ്മയും അവളെ തെരഞ്ഞു പോയതല്ലേ. സോ അവർ രണ്ടുപേരെയും അവൾ ബലി കൊടുത്തിട്ടായിരിക്കും അവൾ ഇങ്ങനെയുള്ള ഒരു എൽഫ് സ്ക്യൂനായിട്ട് മാറിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഇവിടെ ഗഡ്സ് ജില്ലിന്റെ അടുത്ത് പറയും. ആൻഡ് ഇവിടെ ഗഡ്സിനൊരു കാര്യം മനസ്സിലാവും, എന്തിനാണോ റൊസീന് അവളുടെ വീട് വിട്ടിട്ട് ഓടിപ്പോയത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജില്ലും വീട് വിട്ട് ഓടി വന്നിരിക്കുന്നത്. കാരണം റൊസീന എങ്ങനെയായിരുന്നു അവളുടെ പാരൻസ് ട്രീറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് ജില്ലിനെ അവളുടെ പാരൻസ് ട്രീറ്റ് ചെയ്യുന്നത്, എന്നും അടിക്കുന്നൊക്കെ ഉണ്ട്. സോ അതുപോലെ റൊസീനെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ജില്ലു ഇപ്പോൾ ആ വില്ലേജ് വിട്ട് പുറത്തേക്ക് വന്നത്. ആൻഡ് ഈ കാര്യം മനസ്സിലാക്കിയ ഗഡ്സ് അവളുടെ അടുത്ത്, അതായത് ജില്ലിന്റെ അടുത്ത് പറയാൻ തുടങ്ങും, നീ ചെറിയ കുട്ടികൾ ഇങ്ങനെയുള്ള കഥകളെല്ലാം വിശ്വസിച്ചിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, അങ്ങനെ എന്നുള്ളത് ശരിയല്ല എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ട് ഗഡ്സ് അലറി കൊണ്ടായിരിക്കാൻ തുടങ്ങും. ആൻഡ് ഗഡ്സ് ഇങ്ങനെ ജില്ലിനെ ഒരുപാട് ചീത്ത പറയുന്നതുകൊണ്ട് തന്നെ ജില്ല് ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങും. ഇത് കണ്ട പക്ക് പറയും, നിനക്ക് ചെറിയ കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ല, സോ നീ ഇവരടുത്തൊന്നും നീ സംസാരിക്കേണ്ടെന്ന് പറയും. ആൻഡ് ഇത് കണ്ടിട്ട് ഗഡ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് നേരെ പക്കിനടുത്തൊരു കല്ലിന്റെ ഇടയിൽ കണ്ട് എറിയും. ആൻഡ് പോടാന്ന് പറഞ്ഞിട്ട് ഗഡ്സും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കും. ആൻഡ് നടന്നുകൊണ്ട് പോകുമ്പോഴായിരിക്കും ജില്ലിന്റെ അടുത്തോട്ട് നേരെ പിർക്കാഫ് ആയിട്ടുള്ള, അതായത് എൽഫ്ക്യൂൻ ആയിട്ടുള്ള റൊസീൻ അങ്ങോട്ട് വരുന്നത്. ആൻഡ് ഇനി ബാക്കി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അടുത്ത പാട്ടായിട്ട് പോസ്റ്റ് ചെയ്യാം. ബൈ ഗൈസ്, ബൈ.